ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്കും സുഖമാണ്. സ്കൂൾ 3 ദിവസത്തെ ലീവായത് കൊണ്ട് നമുക്കൊരു മന്തി തിന്നാം. അങ്ങനെ ഈസി ആയിട്ടുള്ളൊരു മന്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത്. ചിക്കൻ അതിനായി കുത്തിയിടണം. ഫോർക്ക് കൊണ്ടാണ് കുത്തേണ്ടത്. ക്യാപ്സിക്കം ചെറുതായിട്ട് അരിയുക. സവാളയും ചെറുതാക്കി അരിയുക. ബ്ലാക്ക് ലെമൺ വാങ്ങാൻ മറന്നുപോയതല്ല, ഞങ്ങൾ വീട്ടിലുണ്ടാവും വിചാരിച്ചതാണ് ഇന്ന്. അപ്പോൾ പിന്നെ കടയിലേക്കൊന്നും പോയില്ല, അതുകൊണ്ട് മന്തിക്ക് ഇട്ടിട്ടില്ലായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളൊക്കെ അത് ഷെയർ ചെയ്യുക. മന്തി വെക്കുന്ന വിധം മനസ്സിലായ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണം. ചിക്കനിലേക്ക് ക്യാപ്സിക്കയും സവാളയും കുരുമുളകും ചെറിയ ജീരകവും ഗരം മസാലയും മല്ലിപ്പൊടിയും മുളക് പൊടി ചിക്കൻ സ്റ്റോക്ക് ഒരു പാക്കറ്റിൽ 2 ഉണ്ട്, അത് 2 ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇടുമ്പോൾ അത് പൊട്ടിച്ചിട്ടാണ് ഇടേണ്ടത്. ഈ ചിക്കൻ സ്റ്റോക്കിൽ തന്നെ നല്ല ഉപ്പുണ്ടാവും, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി തക്കാളിയും വെളുത്തുള്ളി അരച്ച പേസ്റ്റ് കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ഒറ്റിക്കണം. ഞങ്ങൾ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറച്ച് കളറും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണ്ട വെക്കാം. സുർക്കയും എണ്ണയും ഒഴിക്കുക. സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് ഉപ്പിടുക, പക്ഷേ ഉപ്പ് ഏറിപ്പോയി, അപ്പോൾ കുറച്ചിട്ട് മാറ്റുക. ഈ മാഗി ക്യൂബിൽ ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞങ്ങൾ പിന്നെ അതിലേക്ക് ഉപ്പിട്ടിട്ടുണ്ട്, അതിനെ തിരിച്ച് മാറ്റിയത്. നല്ലപോലെ കുഴച്ചതിന് ശേഷം ചപ്പ് ചേർത്തിട്ട് നല്ലപോലെ പിന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മൂടി വെച്ചിട്ടുണ്ട്. ഇനി റൈസ് കഴുകി എടുക്കുക. ഇന്ത്യ ഗേറ്റ് റൈസ് അതിനെടുത്തത്, അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടേക്കണം. ഇനി തിളച്ച വെള്ളത്തേക്ക് ജീരകം, കുരുമുളക്, പട്ട, ഉപ്പ്, സുർക്ക, ഗ്രാമ്പു, ഏലക്കായി, സൺഫ്ലവർ ഓയിലും ചേർക്കുക. ഇനി കഴുകി വെച്ച അരി അത് ഊറ്റിയെടുത്തിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിട്ട് ആ വെള്ളത്തിൽ ഇടുക. ഇനി കളറിന് ആവശ്യമായിട്ട് മഞ്ഞപ്പൊടിക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ കളർ കിട്ടും. പിന്നെ റെഡ് കളറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ചിക്കനൊന്ന് ജസ്റ്റ് വേവിച്ചിട്ട് നമ്മൾ ചോറ് ഊറ്റിയിട്ട് അതിൻ്റെ മേലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നാട്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ഫുഡ് കളറും നമുക്ക് അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എല്ലാട്ടും അവന് വിധത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ പച്ചമുളക് കുത്തി വെക്കുക. സൈഡിലേക്ക് സൺഫ്ലവർ ഓയിലും നെയ്യും ചേർത്തിട്ടുണ്ട്. നെയ്യ് നല്ല മണത്തിനാണ് എടുത്തിട്ടുള്ളത്. കണലിട്ടിട്ട് അതിൻ്റെ മേലേക്ക് എണ്ണ ഒഴിക്കുക. അപ്പോൾ അത് വരുമ്പോൾ പെട്ടെന്ന് മൂടി വെക്കുക. എന്നിട്ട് കുറച്ച് നേരം കണൽ കെട്ടിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ഈസി മന്തി റെഡിയായി. ഇതിൻ്റെ കൂടെ മയോണൈസും തക്കാളി വെള്ളവും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയുക. ഞാൻ മയോണൈസും ചിക്കൻ്റെ പീസും കൂട്ടി തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ദീപാവലി ആശംസകൾ. അപ്പം ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.